ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മുളകിട്ടതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബീഫ് മുളകിടാനായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് ബീഫാണ്. ഇതിപ്പോൾ 900 ഗ്രാമിൻ്റെ ബീഫാണ്. പിന്നെ 2 സവാള, 2 തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് വറ്റൽമുളക് പൊടിച്ചത്, അത് നമുക്ക് പാക്കറ്റായിട്ട് കടയിൽ തന്നെ വാങ്ങാൻ കിട്ടും. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചതച്ചത് അല്ലെങ്കിൽ അരച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക. കുക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഉലുവ ഇടുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇടുക. അത് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടുക. പിന്നെ അത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പം നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ ഇടാൻ തുടങ്ങാം. ഇതിപ്പോൾ ഏകദേശം പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കുക. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ചതച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായി ഇളക്കുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കുക. പിന്നെ സവാള ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ കുറച്ച് സവാള ഇട്ടിട്ട് ഇളക്കുക. അതിനുശേഷം പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടി എടുത്തിടാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഭയങ്കരമായിട്ട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടാൽ അത് പെട്ടെന്ന് വാടി കിട്ടും. എന്നിട്ട് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ബീഫ് ഇടുക. എന്നിട്ട് ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറക്കാം. എന്നിട്ട് അതിലേക്ക് തക്കാളി ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് കുറച്ച് വാടി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുക, ഗരം മസാല, മുളക് പൊടി, ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇളക്കുക. ഈ മസാലപ്പൊടികളെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇടണം. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 8-9 വിസിൽ വരുമ്പോൾ നമുക്ക് അത് തുറക്കാം. അത് ഓരോരോ ബീഫിനനുസരിച്ചിട്ടും കുക്കറിനനുസരിച്ചിട്ടൊക്കെയാണ് വിസിൽ. ബീഫ് മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. മസാല ഒക്കെ നല്ലോണം പിടിച്ച് ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ബീഫ് മുളകിട്ടത്. നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ളൊരു
ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ പച്ചമുളകും ഇട്ട് കൊടുക്കുക. നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.